ചരിത്രപരമായ ഒരു നേട്ടമാണ് UDF നിലമ്പൂരിൽ കൈവരിച്ചത്. ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ തറവാട്ടിലേക്ക് വിജയത്തിന്റെ ഒരു മധുരം എത്തിയിരിക്കുന്നു. പക്ഷേ ഹീറോ ആയത് അപ്പോഴും ഷമ്മി തന്നെയാണ്, അതായത് അൻവർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സ്വരാജ് ജയിക്കുമെന്ന് സ്വരാജിന് തന്നെ ഉറപ്പില്ലാതിരുന്ന ഒരു തിരഞ്ഞെടുപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയോടെ സ്ഥാനാർത്ഥിയായി വന്ന സ്വരാജ്, യഥാർത്ഥത്തിൽ എന്താണ് അവിടെ CPM സംഭവിച്ചത്? CPM ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തന്ത്രപരമായിട്ടുള്ള പാളിച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ UDF വിജയിക്കും, UDF ചരിത്രപരമായിട്ടുള്ള വിജയം നേടി, സമുജ്വലമായിട്ടുള്ള വിജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം മുൻപ് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലും UDF നേട്ടമുണ്ടായി, ഭൂരിപക്ഷം കൂടി, പക്ഷേ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, LDF കയ്യിലിരുന്നൊരു സീറ്റ് UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത്രത്തോളം കാര്യങ്ങളെല്ലാനും ചരിത്രപരമാണ്. അതേപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ത് ചെയ്തിരിക്കുന്നു, വീണ്ടും ട്രോഫിയുമായി എത്തിയിരിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളൊന്നതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. അതെല്ലായിടത്തും നമ്മൾ വഴിയരികിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പിണറായിക്കെതിരെ അതിശക്തമായിട്ടുള്ള വികാരപ്രകടനമുണ്ട്. കേരളത്തിൽ നന്നായിട്ട് വിറ്റഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിണറായിസം. പിണറായിസം ആണ് CPM ക്യാൻസർ എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഈ അൻവർ പറഞ്ഞത്. അൻവർ അതും പറഞ്ഞിട്ടാണ് അതിൽ ഇറങ്ങിയത്. CPM എപ്പോഴാണ് തോറ്റത്? CPM തോറ്റത് CPM ഒരു MLA, അല്ലെങ്കിൽ CPM സപ്പോർട്ടോട് വിജയിച്ച ഒരു MLA CPM വെല്ലുവിളിച്ചിട്ട് രാജിവെക്കുന്നു. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ CPM വെല്ലുവിളിച്ച് രാജിവെച്ച് CPM തോൽപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച് അൻവർ ഇറങ്ങിയ അന്ന് തന്നെ യഥാർത്ഥത്തിൽ CPM തോറ്റതാണ്. പക്ഷേ ആ തോൽവിയിൽ നിന്ന് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു തോൽവിയായിട്ട് അതിനെ മാറ്റിയെടുത്തത് ഈ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോയതുകൊണ്ടാണ്. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് പകരം അൻവർ UDF കൂടെ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, എന്നുവെച്ചാൽ പിണറായി വിജയനെതിരായിട്ട് ഇറങ്ങി, LDF ഇറങ്ങി, പിന്നെ UDF കൂടുന്നു. അങ്ങനെ കൂടുകയായിരുന്നെങ്കിൽ ഒരു 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ UDF വിജയിക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ അവർ പറയും അത് അൻവറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നേടിയതാണ്. അങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ സംഭവം എന്താണ്? ഈ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിട്ട് ആ വിജയം കൊണ്ടാടപ്പെടുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക. അപ്പോൾ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അൻവർ സ്വതന്ത്രനായി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും സ്വരാജ് മത്സരിക്കാൻ വരില്ലായിരുന്നു. സ്വരാജ് എന്ന് പറഞ്ഞാൽ CPM സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഇവരൊരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മത്സരത്തിന് മുമ്പിൽ ഈ ഭീമമായിട്ടുള്ള ഭൂരിപക്ഷത്തിന് തോൽക്കാനായിട്ട് സ്വരാജിനെ പാർട്ടി വിടില്ല. തർക്കമില്ലാത്തൊരു കാര്യം. പക്ഷേ അയാൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോയി. അയാൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോയപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അത് UDF പൊരുത്തപ്പെടാതെ പോയതാണ്. കാരണം എന്ന് വെച്ചാൽ 150 കോടി രൂപ മീൻവണ്ടിയിൽ കൊണ്ടുവന്നവനാണ് VD സതീശൻ എന്നാണ് അൻവർ നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച ഒരാളെ തൻ്റെ മുന്നണിയിൽ കയറ്റാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് അയാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത് അൻവർ വേണ്ട എന്ന നിലപാടെടുത്തിട്ട് നിന്നതുകൊണ്ടാണ് നിലപാടിൻ്റെ വിജയമായിട്ട് പോലും ഈ തിരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അൻവർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ സ്വരാജോടെ മത്സരിക്കാൻ വരില്ല. മാങ്കൂട്ടത്തിൻ്റെ അപ്പൻ വിചാരിച്ചാലും സ്വരാജിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ CPM കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് അൻവർ ആരുടെയൊക്കെ വോട്ട് പിടിക്കും? LDF വോട്ട് പിടിക്കും, UDF വോട്ട് പിടിക്കും എന്നവർ കരുതിയിരുന്നു. കുറേ പിടിച്ചിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അൻവർ LDF പിടിക്കും, UDF കിട്ടും. അതോടൊപ്പം തന്നെ ഈ ആര്യൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ഓരോ വോട്ടുകളൊക്കെ പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ CPM ജയിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് CPM കണക്കാക്കിയിരുന്നു. അതിൻ്റെ പേരിലാണ് അവർ സ്വരാജിനെ അവിടെ മത്സരിപ്പിച്ചത്. സ്വരാജിനെ മത്സരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്
കടപുഴകി വീഴുന്ന ഒരു വൃക്ഷം എന്ന ഒരു അവസ്ഥയിലേക്ക് CPM എത്താതെ പോയി. CPM ഒരു മാന്യമായ വോട്ട് അവിടെ നേടി. 66,660 വോട്ട് അദ്ദേഹത്തിന് നേടാനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് വോട്ടാണ് CPM അവിടെ ഉള്ളത് നിലമ്പൂരിൽ? നിലമ്പൂരിലേക്ക് CPM-നുള്ള വോട്ടല്ലേ CPM കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വോട്ട് കുഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് അത്ര വോട്ടൊക്കെ കിട്ടുകയുള്ളൂ. കുറച്ചും കൂടി വോട്ട് അവർക്ക് ഈ നിഷ്പക്ഷ പദവികളിൽ നിന്ന് വേണമെങ്കിൽ കിട്ടാം. അത് കിട്ടാനുള്ളൊരു സാധ്യതയും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിലില്ല. ഒരു ഭരണത്തിലിരിക്കുന്നിടത്തോളം ഇല്ല. പിണറായിസം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം നിലനിൽക്കുന്നിടത്തോളം ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് CPM-ന് കിട്ടാവുന്ന വോട്ടുകളെല്ലാം തന്നെ നേടിയെടുക്കുന്നതിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. പക്ഷേ സ്വരാജിന് എല്ലാവരും പഞ്ഞിക്കിടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പലതരം കാരണങ്ങൾ കൊണ്ടാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും സ്വരാജിനെ ശരിപ്പെടുത്താനായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്വരാജ് അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും അവരെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പക്ഷേ സ്വരാജ് ഇപ്പോൾ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, എന്നെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ തോറ്റതിൽ സന്തോഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാറുമാണ്, അതുകൊണ്ട് ഞാൻ തോറ്റതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർ സന്തോഷിക്കുന്നത് അവരായതുകൊണ്ട് എൻ്റെ തോൽവിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഘാതം ഇപ്പോൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അത്തരമൊരു പ്രസ്താവന നേരത്തെ തന്നെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് UDF-ഉം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന തലേ ദിവസം അവിടുത്തെ BJP സ്ഥാനാർത്ഥിയും പറയുന്നു ഞങ്ങൾക്ക് തോക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഞങ്ങൾ വോട്ട് മറിച്ചു. പച്ചയ്ക്ക് പറയുകയാണ്, ഒരു കൂസലും ഇല്ലാതെ പറയുകയാണ്, ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ UDF-ന് മറിച്ചു എന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ BJP-യുടെ വോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും SDP-ക്ക് നേരത്തെ കിട്ടിയ വോട്ടൊന്നും കിട്ടിയില്ല. എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴല്ലേ UDF-ന് ആത്യന്തികമായ വിജയം ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇവിടെ ഞാൻ കാണുന്നത് ഈ SDP-യുടെ വോട്ട് അത് അൻവറിന് പോയിരിക്കാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർ UDF-ന് കൊടുത്തിട്ടുണ്ടാകും. കാരണം ജമാഅത്തെ ഇസ്ലാമി അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു സതീശൻ അതിന് സ്വീകരിക്കുകയും ചെയ്യും. സതീശന് പറ്റിയ ഒരു രാഷ്ട്രീയബദ്ധമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ചർച്ച ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർക്ക് തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ SDP-യുടെ വോട്ട് മിക്കവാറും അൻവറിനായിരിക്കും പോകാൻ സാധ്യത എന്ന് നോക്കിയത്. കാരണം അൻവർ ഈ ഒരു പ്രതിഭാസം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു മുസ്ലിം പൊളിറ്റിക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞു അൻവർ അവിടെ ഇപ്പോൾ അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇപ്പോൾ മരുമോനെയാണ്. മരുമോനിസത്തിനെതിരായിട്ട് അദ്ദേഹം മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. റിയാസിനെതിരെ മത്സരിക്കും എന്ന് പറയും. ഈ റിയാസിനെതിരെ മത്സരിക്കണമെങ്കിലും അതേപോലെ തന്നെ നിലമ്പൂർ മത്സരിക്കണമൊക്കെ ഈ അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ആവാസ വ്യവസ്ഥ ആവശ്യമാണ്. ശരിക്കും അതായത് ഒരു മുസ്ലിം ആവാസ വ്യവസ്ഥയിൽ ഈ പണിയൊക്കെ നടക്കുള്ളൂ. അല്ലാത്തടത്ത് നടത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എറണാകുളം നിയോജകമണ്ഡലത്തിൽ വന്നിട്ട് അൻവറിനൊന്നും ചെയ്യാനില്ല ശരിക്കും. അപ്പോൾ അവിടെ ആ മുസ്ലിം രാഷ്ട്രീയവും കൂടിക്കലർന്ന് കിടക്കുന്ന സാഹചര്യത്തിലാണ് അൻവറിന് ഇങ്ങനെ വോട്ട് പിടിക്കാനായിട്ട് കഴിയുന്നത്. അൻവർ വോട്ട് പിടിച്ചത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. കാരണം എന്ന് വെച്ചാൽ ഈ 20,000 വോട്ട് എന്ന് പറയുന്നത് പിണറായി വിജയനോ VD സതീശനോ അവരവരുടെ നിയമമണ്ഡലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് നമ്മൾ അൻവർ പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ ഈ മുസ്ലിം ആവാസ വ്യവസ്ഥയിലെ ഈ അൻവറിൻ്റെ ഈ പ്രതിഭാസം പ്രവർത്തിക്കുള്ളൂ എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് റിയാസിനെതിരെ വെല്ലുവിളി നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ആ വെല്ലുവിളി ശക്തമായിട്ട് നടത്താനായിട്ടുള്ള പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ട്. UDF അദ്ദേഹത്തെ കുറേ കഴിയുന്ന സമയത്ത് ഏറ്റെടുക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് രാഷ്ട്രീയം എങ്ങനെയാണ് ഇന്ന് നമ്മൾ തെറ്റ് എന്ന് തോന്നുന്നതോ തെറ്റെന്ന് വ്യാഖ്യാനിക്കുന്നതോ നാളെ ശരിയും അതേപോലെ തന്നെ സ്വീകാര്യവുമായ കാര്യമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൻ്റെ മൂല്യവ്യവസ്ഥ എപ്പോഴും അങ്ങനെയാണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ആര്യയുടെ ഷൗക്കത്താണ് ജയിച്ചതെങ്കിലും സ്റ്റാറായി നിൽക്കുന്നത് VD സതീശനാണ്. കാരണം VD സതീശനാണ് ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുവന്നത്. ജോയിയെ വേണ്ട, ഷൗക്കത്ത് മതി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടി സതീശനുണ്ടാകാം. ഷൗക്കത്ത് ജയിച്ചാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വാതിൽ VD സതീശന് മുന്നിൽ തുറക്കും എന്നുള്ളൊരു ധാരണയിലൂടെ ആകാം ചിലപ്പോൾ സതീശൻ ഷൗക്കത്തിനെ കൊണ്ടുവന്നത്. അങ്ങനെ മാത്രം നമ്മളതിനെ വിലയിരുത്തരുത്. സതീശനെ ഞാൻ പറഞ്ഞത് 150 കോടി രൂപ അഴിമതി നടത്തിയവനാണ് സതീശൻ എന്ന് പറഞ്ഞ ആളാണ് അൻവർ. ആ അൻവറിനെ ധൈര്യം അൻവർ കാണിച്ചു. അത് പറയാനുള്ള ധൈര്യം അൻവർ കാണിച്ചു. അതെ, ആ അൻവറിനെ എങ്ങനെ സ്വീകരിക്കും സതീശൻ?
അപ്പോൾ സതീശന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിനെതിരെ നിലപാടെടുക്കണം. അയാൾ ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ടാണത് സതീശൻ്റെ വിജയമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ സതീശൻ വിജയിച്ചു, അൻവർ വിജയിച്ചു, ഷൗക്കത്ത് വിജയിച്ചു. തോറ്റത് സ്വരാജ് മാത്രമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ സ്വരാജും അവിടെ പരാജയപ്പെട്ടിട്ടില്ല. കാരണം സ്വരാജിൻ്റെ ഒരു ദൗത്യം സ്വരാജ് നിർവഹിച്ചു. കാരണം CPM വേണ്ടിയിട്ട് മാക്സിമം വോട്ടുകളെ നേടിയെടുക്കാനായിട്ട് ഇയാളുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു ഉത്തരവാദിത്വം പൂർത്തീകരിച്ചൊരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. സതീശൻ നിലപാടിൻ്റെ കാര്യത്തിൽ വിജയിച്ചു. എന്താണ് സ്വരാജിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് നേരത്തെ പറഞ്ഞത്. എൻ്റെ തോൽവിയിൽ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം ഇവരൊക്കെ ആണല്ലോ എൻ്റെ ശത്രു എന്നുള്ള അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. അതെ.